ഈ നിയമങ്ങളൊക്കെ വന്നപ്പോൾ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എതിർക്കാൻ ഒരു CPM പ്രതിനിധിയെ കണ്ടില്ലല്ലോ. അത് ജോൺ ബ്രിട്ടാസ് ഇപ്പൊ നിരന്തരമായി പ്രതിപക്ഷ നേതാവിനെ ശ്രീ രാഹുൽ ഗാന്ധിക്കെതിരായിട്ടുള്ള പരാമർശം നടത്തി കോൺഗ്രസിനെ എങ്ങനെ അപകീർത്തിപ്പെടുത്താമെന്നുള്ള ഗവേഷണത്തിലാണ് CPM ഏർപ്പെട്ടിട്ടുള്ളത്. കഷ്ടിച്ച് 3 ദിവസം അല്ലെങ്കിൽ 4 ദിവസം രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി രാജ്യത്തില്ലാത്തതിന്റെ പേരിൽ ഈ നിരന്തരം പത്രസമ്മേളനം നടത്തുന്ന ജോൺ ബ്രിട്ടാസ് എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി പാർലമെന്ററി സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതിന്റെ പേരിൽ സഭയിൽ ഒരു പരാമർശം നടത്താത്തത്, അല്ലെങ്കിൽ വെളിയിലൊരു പരാമർശം നടത്താത്തത്? ഈ സെഷനിൽ പ്രധാനമന്ത്രി എപ്പോഴാണ് വന്നത്? വന്ദേമാതരവുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ പങ്കെടുക്കാൻ വേണ്ടി പ്രധാനമന്ത്രി വന്നു. പാർലമെന്റ് സമ്മേളനം ആരംഭിക്കുന്ന ദിവസം ഒന്ന് വന്നു, 2 മിനിറ്റ് ഇരുന്നു പോയി. ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ സഭ അവസാനിച്ചപ്പോൾ വന്ദേമാതരം പാടാൻ വേണ്ടി വന്നു. അല്ലാതെ പ്രധാനമന്ത്രി അല്ല, ഇതിന്റെ ഇപ്രാവശ്യം നമുക്കറിയാം, ഈ പ്രാവശ്യം വളരെ വൈകിയല്ലേ പാർലമെന്റ് സമ്മേളനം ആരംഭിച്ചത്. ഗവൺമെന്റല്ലേ ഇതുമായി ബന്ധപ്പെട്ട് തീരുമാനിക്കും. ഇല്ലെങ്കിൽ തന്നെ 3-4 ദിവസം പ്രതിപക്ഷ നേതാവ് ഔദ്യോഗികമായിട്ടുള്ള ആവശ്യങ്ങളിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി വിദേശ രാജ്യത്ത് പോയി എന്നുള്ള ഒരു വലിയ പാതകമാണോ? ഇതിനു മുമ്പൊന്നും ഉണ്ടാകാത്ത കാര്യമാണോ? അപ്പൊ CPM-നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെയും UDF-നെയും അപകീർത്തിപ്പെടുത്തി അതിന്റെ ഭാഗമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അവർ പരീക്ഷണം നടത്തുന്നത്. പ്രധാനമന്ത്രി സഭയിൽ ഹാജരാകാത്തതും പങ്കെടുക്കാത്തതും ഒന്നും CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നമേ അല്ല. അപ്പൊ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇവിടെ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് അതിലൊരു ഘടക പാർട്ടി എന്ന നിലയിൽ അവർ ഈ സ്വീകരിക്കുന്ന സമീപനം പലപ്പോഴും BJP-യെ സഹായിക്കുന്ന നിലപാടാണ് ഡൽഹിയിൽ CPM സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാൻ എന്ന് പറയുന്ന കേന്ദ്രമന്ത്രി പരസ്യമായി പാർലമെന്റിലല്ലേ പറഞ്ഞത്, ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും തമ്മിൽ ഉള്ള പല ഇടപാടുകളുടെയും പാലമായി, പ്രത്യേകിച്ചും PM ശ്രീ പദ്ധതിയുടെ പാലമായി പ്രവർത്തിച്ചത് CPM-ന്റെ രാജ്യസഭാ കക്ഷി നേതാവായിട്ടുള്ള ബ്രിട്ടാസ് ആയിരുന്നു എന്ന് പറഞ്ഞത് പരസ്യമാണ്. അപ്പൊ BJP-യെ ഏത് വിധേനയും പരോക്ഷമായിട്ടെങ്കിലും സഹായിക്കുന്ന നിലപാട് സ്വീകരിക്കണമെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരായി പറയണം. രാഹുൽ ഗാന്ധിക്കെതിരായി പറഞ്ഞ് കോൺഗ്രസിനെ ദുർബലപ്പെടുത്തി BJP-യെ സഹായിക്കാനുള്ള CPM-ന്റെ പരമ്പരാഗതമായ തന്ത്രമാണ് ജോൺ ബ്രിട്ടാസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഇതൊരു പാലം പ്രവർത്തനത്തിന്റെ ഭാഗമാണ്, ഇതൊരു ബ്രിഡ്ജ് പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. കാരണം രാഹുൽ ഗാന്ധിയെ BJP പോലും വിമർശിക്കുന്നില്ല, BJP-യുടെ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവർ പോലും വിമർശിക്കുന്നില്ല, മറ്റൊരാളും വിമർശിക്കുന്നില്ല. CPM-ന് മാത്രം എന്താണ് 3-4 ദിവസം ഒന്നും പറഞ്ഞില്ല, ഒരക്ഷരം പോലും പറഞ്ഞില്ല. ഞാനുണ്ടായിരുന്നു, ഇല്ല. കല്ലുവെച്ച പച്ചക്കള്ളം. അദ്ദേഹം ചോദിച്ചത് രാഹുൽ ഗാന്ധി ഉണ്ടാകുമോ എന്ന് ചോദിച്ചു, ഇത്രയേ ഉള്ളൂ. അത് രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് വന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിൽ പ്രതിഷേധം പറയുകയാണ്. കല്ലുവെച്ച പച്ചക്കള്ളം പ്രചരിപ്പിക്കുക. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് ആരാണ് നേതൃത്വം നൽകേണ്ടെന്നൊരു ചോദ്യമാണ് വരുന്നത്. പ്രതിപക്ഷത്തിൽ ലോക്സഭാ കക്ഷി നേതാവില്ല എന്നുണ്ടെങ്കിൽ പ്രതിഷേധം നടക്കില്ലേ? അതിശക്തമായ പ്രതിഷേധമല്ലേ ഇന്നലെ നടന്നത്? ഇന്നലെ ലോക്സഭയിൽ നടന്ന പ്രതിഷേധം, ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് ഇല്ലാത്തതിന്റെ പേരിൽ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധത്തിന് ദോഷം സംഭവിച്ചോ? കേരളത്തിൽ നിന്നുള്ള പാർലമെന്റ് അംഗങ്ങളല്ലേ മേശപ്പുറത്ത് കയറി പ്രതിഷേധിച്ചില്ലേ? ബില്ല് വലിച്ചു കയറി സ്പീക്കറുടെ മുഖത്തേക്ക് എറിഞ്ഞില്ലേ? ഗവൺമെന്റിന് ഇനി കായികമായി കൈകാര്യം ചെയ്യുക മാത്രമേ ഉള്ളൂ. ഇന്നലെ സഭയിൽ നടന്ന പ്രക്ഷുബ്ധ അന്തരീക്ഷങ്ങൾ സത്യത്തിൽ പാർലമെന്റിൽ നടന്ന പ്രക്ഷുബ്ധമായിട്ടുള്ള അന്തരീക്ഷം എന്ന് പറയുന്നത് അതിശക്തമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നില്ലേ നടന്നത്? ഇതിൽ കൂടുതൽ എങ്ങനെയാണ് പ്രതിഷേധിക്കേണ്ടത്?